മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുവേശുവിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നത് എന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. പലപ്പോഴും എന്താണ് ചോദിക്കേണ്ടത് എന്നറിയാതെ നമുക്ക് ആവശ്യമില്ലാത്തതും അപകടകാരികളുമായ അനേക കാര്യങ്ങൾ നാം ചോദിക്കാറുണ്ട്. ആ ചോദിക്കുന്നതെല്ലാം ദൈവം സാധിപ്പിച്ചു തന്നിരുന്നെങ്കിൽ ഇന്നത്തേതിൽ അത് നമുക്കെല്ലാവർക്കും വലിയ ദുഃഖത്തിനും അനർത്ഥത്തിനും കാരണമായി മാറും. എന്നാൽ അതുകൊണ്ട് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി സ്വർഗത്തിൽ മധ്യസ്ഥത വഹിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്നാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അഥവാ 1 യോഹന്നാന്റെ ലേഖനം 5:14 അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നതും വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് അത് നമ്മെ നമുക്കറിയിച്ചു തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഇവിടെ 28-ാം വാക്യത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നാണ് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ചിലപ്പോൾ ചില തിന്മയും രോഗവും പീഡയും ഇതൊക്കെ സംഭവിക്കാറുണ്ട്. ഇതെല്ലാം എങ്ങനെയാണ് നമ്മുടെ നന്മയ്ക്ക് എന്ന് നാം പലപ്പോഴും ചിന്തിച്ചു എന്ന് വരാം. എന്നാൽ അതായിരുന്നു നമ്മുടെ ജീവിതത്തിൽ നന്മയായി മാറിയത് എന്ന് പിന്നെ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയും. അതല്ലായിരുന്നുവെങ്കിൽ അത് നമ്മെ വലിയ വ്യസനത്തിൽ കൊണ്ട് എത്തിക്കുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 6:33 പറയുന്നു, മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് അവിടെയും പറഞ്ഞിരിക്കുന്നത്. അഥവാ ക്ലേശങ്ങളിലൂടെയാണ് നമ്മുടെ വിശ്വാസം പലപ്പോഴും പരിശോധിക്കപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1 പത്രോസിന്റെ ലേഖനം 1:6-7 വാക്യങ്ങളിലൊക്കെ ആ കാര്യങ്ങൾ നാം വ്യക്തമായി കാണുന്ന വിഷയങ്ങളാണ്. അപ്പോൾ ചിലത് തിന്മയായി നമുക്ക് തൽക്കാലം തോന്നിയാലും അതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന നന്മയുടെ വശങ്ങൾ കർത്താവ് മുൻപ് കൂട്ടി കാണുകയാണ്. ഒരു കഥ ഇപ്രകാരമുണ്ട്. ഒരിക്കലൊരു രാജാവും തൻ്റെ സമർത്ഥനായ നല്ല ബുദ്ധിയുള്ള മന്ത്രിയും കൂടി വനത്തിൽ വേട്ടയ്ക്ക് പോകുവാനായിട്ട് ഇടയായത്. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ മലയുടെ മേളിൽ നിന്ന് രാജാവ് വീണ് തൻ്റെ ഒരു വിരല് നഷ്ടപ്പെട്ടു. ചോര ഒലിച്ചു നിൽക്കുന്ന ആ കാലിലെ ഒരു വിരല് നഷ്ടപ്പെട്ട് അങ്ങനെ ആയിരിക്കുന്ന രാജാവിനോട് ഈ മന്ത്രി പറഞ്ഞു, രാജാവേ, അത് നന്മയ്ക്കാണ്. എന്ത് കണ്ടാലും ഈ മന്ത്രി അപ്രകാരം. രാജാവിന് വളരെ കോപം ജ്വലിച്ചു. വീണ് വിരല് നഷ്ടപ്പെട്ട് ചോര ഒഴുകിയിരിക്കുമ്പോഴാണ് മന്ത്രി ഇത് പറഞ്ഞത്. രാജാവ് പെട്ടെന്ന് അവിടുന്ന് എഴുന്നേറ്റ് അതിനടുത്തുണ്ടായിരുന്ന ഒരു പൊട്ടക്കിണറ്റിലേക്ക് ഈ മന്ത്രിയെ തള്ളിയിടുവാനായിട്ടിടയായി. അവിടെ കിടന്നുകൊണ്ടും മന്ത്രി പറഞ്ഞു, രാജാവേ, ഇതും നന്മയ്ക്കാണെന്ന്. അങ്ങനെ രാജാവ് ദേഷ്യത്തോടെ
ആ വനത്തിലൂടെ താൻ മുൻപോട്ട് പോയി. എന്നാൽ തനിക്ക് തിരിച്ചു വരുവാനുള്ള വഴി നിശ്ചയമില്ലാതെ ആ വനാന്തരത്തിൽ താൻ അകപ്പെട്ടപ്പോൾ കാട്ടുജാതിക്കാരുടെ കയ്യിൽ താൻ അകപ്പെട്ടു. അവരവരുടെ ദേവന് ബലിയർപ്പിക്കേണ്ടതിന് വേണ്ടി ഈ രാജാവിനെ പിടിച്ച് അവരുടെ ദേവന്റെ അടുക്കൽ അല്ലെങ്കിൽ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുചെല്ലുവാനായിട്ടിടയായി. അവര് പരിശോധിച്ചപ്പോൾ ഈ രാജാവിന് ഒരു വിരലില്ല. അല്ലെങ്കിൽ അവരുടെ മൂപ്പന് വളരെ ദേഷ്യം വന്നു. ഇങ്ങനെ ഒരു വൈകല്യം പിടിച്ച ഒരുത്തനെയാണോ കൊണ്ടുവന്നത്? ദേഷ്യത്തോടുകൂടെ അവനെ അവിടെ നിന്ന് ആട്ടിക്കളയുവാനിടയായി. അതിനുശേഷം രാജാവ് രക്ഷപ്പെട്ട് ഓടി വന്ന് ഈ പൊട്ടക്കിണറ്റിന്റെ അടുക്കൽ വന്ന് ഈ മന്ത്രിയെ രക്ഷിക്കുവാനായിട്ട് ശ്രമിച്ചു. രാജാവിന്റെ ശബ്ദം കേട്ടു മന്ത്രി നടന്ന കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴും മന്ത്രി പറഞ്ഞു, രാജാവെ, എല്ലാം നന്മയ്ക്കാണ്. ഈ പൊട്ടക്കിണറിന്റെ ആഴത്തിൽ കരയ്ക്ക് കയറുവാൻ നിർവാഹമില്ലാതെ കിടക്കുന്ന ഈ മന്ത്രിക്ക് കുറച്ച് ബലമുള്ള കാട്ടുവള്ളികളെ വെട്ടിയെടുത്ത് രാജാവ് താഴേക്ക് ഇറക്കി കൊടുത്തു. ആ വള്ളിയിൽ പിടിച്ചുകൊണ്ട് അവൻ കരയ്ക്ക് കയറുവാനായിട്ട് ഇടയായത്. വീണ്ടും മന്ത്രി പറഞ്ഞു, രാജാവേ, ഞാൻ രാജാവിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും അവരെന്നെ പിടിക്കുമായിരുന്നു. ഊനമില്ലാത്ത എന്നെ അവരുടെ ദേവന് ബലി അർപ്പിക്കുമായിരുന്നു. രാജാവിന്റെ വിരൽ നഷ്ടപ്പെട്ടതുകൊണ്ട് രാജാവിനെ അവർ ബലി അർപ്പിച്ചില്ല. അതേ പ്രിയമുള്ളവരെ, ഇപ്രകാരം നമ്മുടെ ജീവിതത്തിൽ പലതും തിന്മയെന്ന് തോന്നാമെങ്കിലും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വരുന്നതൊന്നും തിന്മയല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ഏത് പരീക്ഷയായിരുന്നാലും ഏത് ശോധനയായിരുന്നാലും അതെല്ലാം പിന്നത്തേതിൽ നന്മയ്ക്കായി തന്നെ കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുകയാണ്. സ്വർഗദാതൻ ചെയ്തിടുന്നു എല്ലാം നന്മയ്ക്കായി. സ്വർഗദാതൻ ചെയ്തിടുന്നു നിർണയമാം വിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും. നിർണയമാം വിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും എല്ലാം നന്മയ്ക്കായി. സ്വർഗദാതൻ ചെയ്തിടുന്നു എല്ലാം നന്മയ്ക്കായി. സ്വർഗദാതൻ ചെയ്തിടുന്നു. ഭാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും എല്ലാ ദുഃഖങ്ങളും. ഭാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും എല്ലാ ദുഃഖങ്ങളും എന്റെ താതൻ തന്നിടുമ്പോൾ എന്നെ അവൻ സ്നേഹിക്കുന്നു.